എൻ്റെ കൃഷ്ണ, മഗധയിലെ രാജാവായിരുന്ന ബൃഹദ്രഥൻ വിവാഹം കഴിച്ചിരുന്നത് കാശി രാജാവിൻ്റെ ഇരട്ട പുത്രിമാരെയായിരുന്നു. രണ്ടുപേരെയും ഒരുപോലെ തന്നെ സ്നേഹിച്ചിരുന്നു രാജാവ്. പക്ഷെ ഒരു കുഞ്ഞ് ഇല്ലാത്തതിൽ ഏറെ ദുഃഖിതരായിരുന്നു ഇവർ. രാജാവിൻ്റെ ഭക്തിയിൽ സംപ്രീതനായ ചന്ദ്രകൗശിക എന്ന തപസ്വി രാജാവിന് ഒരു ഫലം നൽകുന്നു. രാജാവ് ആ ഫലം സമമായി ഭാഗിച്ച് 2 ഭാര്യമാർക്കുമായി നൽകി. ഗർഭിണികളായ അവർ പ്രസവിച്ചപ്പോൾ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ശിശു ശരീരത്തിൻ്റെ നേർപകുതി ഭാഗം ഒരാളും മറുപകുതി മറ്റേയാളും പ്രസവിച്ചു. ഭീതിജനകമായിരുന്നു ഈ കാഴ്ച. രാജാവ് ഇരുഭാഗങ്ങളും വനത്തിൽ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. രാക്ഷസിയായ ജര വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ 2 ഭാഗങ്ങളും കാണുന്നു. കൗതുകം പൂണ്ട ജര 2 ഭാഗങ്ങളും 2 കൈകളിലായി ഉയർത്തുന്നു. അതിനുശേഷം ഈ 2 ഭാഗങ്ങളും ഒന്നിച്ചു ചേർക്കുന്നു. 2 ഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നപ്പോൾ പ്രാണൻ കൈവരിക്കുകയും ശിശു ഉറക്കെ കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഞെട്ടിപ്പോയി ജര. പരിഭ്രാന്തിയോടെ കൊട്ടാരത്തിലെത്തിയ ജര സംഭവിച്ചതൊക്കെ കൃത്യമായി രാജാവിനോട് പറയുന്നു. രാജാവ് ഏറെ സന്തുഷ്ടനായി. ജരയാൽ സന്ധിക്കപ്പെട്ട യോജിപ്പിക്കപ്പെട്ട ആ ശിശു ജരാസന്ധനായി. അതിശക്തനായ ഒരു യോദ്ധാവായിരുന്നു ജരാസന്ധൻ. മഗധയിലെ രാജാവായ ജരാസന്ധന് ഭഗവാൻ കൃഷ്ണനോട് തീർത്താൽ തീരാത്ത ശത്രുതയായിരുന്നു. കാരണമുണ്ട്. ജരാസന്ധൻ്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചിരുന്നത് കംസനായിരുന്നു. ഇതേ കംസനെയാണല്ലോ കൃഷ്ണൻ വധിക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ. കൃഷ്ണ ഐശ്വര്യത്തിൻ്റെ ഈ ഭാഗം ഇഷ്ടമായോ? എങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.